തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുടെ ഭരണസമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ഒരുപാട് ചുമതലകളും ബാധ്യതകളുമുണ്ട്. അവർ ഭരണസമിതി അംഗങ്ങളായി ചുമതലയേറ്റപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിക്കണം. അതിൻ്റെ ആസ്തികളെക്കുറിച്ച് അന്വേഷിക്കണം, ബാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കണം, അവിടെ എത്ര സ്ഥിരം ജീവനക്കാരുണ്ടെന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം, കരാർ ജീവനക്കാർ എത്രയുണ്ടെന്ന് മനസ്സിലാക്കണം, ശമ്പള ഇനത്തിൽ ഒരു മാസം എത്ര രൂപ ചിലവുണ്ടെന്നും ഓൺ ഫണ്ട് നിലയ്ക്ക് എത്ര രൂപ വരവുണ്ടെന്ന് ചോദിക്കണം, പ്ലാൻ ഫണ്ടിൽ നിന്നും ഗ്രാൻറ്റുകളും എങ്ങനെ ലഭിക്കുമെന്ന് ചോദിക്കണം. പല പഞ്ചായത്തുകളുടെയും ഭരണസമിതി അംഗങ്ങൾ ഇതൊന്നും ചോദിക്കാറില്ല. പഞ്ചായത്തുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ ആംബുലൻസുകളും റോഡ് റോളറുകളൊക്കെ വഴിയിൽ കിടക്കുന്നതും അനാഥമായി കിടക്കുന്നതൊക്കെ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. താൽക്കാലികമായി നിരവധി ജീവനക്കാരെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ടാവും. കരാർ അടിസ്ഥാനത്തിലെ ജീവനക്കാരുണ്ടാവും, സ്ഥിരം ജീവനക്കാർ. ഇവരെക്കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭരണസമിതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ പഞ്ചായത്തിനെ അതല്ലെങ്കിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയാൽ നേർദിശയിലേക്ക് നയിക്കാൻ കഴിയും. ചോദ്യങ്ങൾ കൊണ്ട് നാടിനും നാട്ടുകാർക്കും ഒരുപാട് ഗുണമുണ്ടാകും. പല കെട്ടിടങ്ങളും പഞ്ചായത്ത് നിർമ്മിച്ച് അനാഥമായി കിടക്കുന്നുണ്ടാകും. പല വാഹനങ്ങളും മേടിച്ച് അനാഥമായി കിടക്കുന്നുണ്ടാവും. അതൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഭരണസമിതി അംഗങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൊണ്ട് കഴിയും. അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാവണം.